ഗുഡ് മോർണിംഗ്. NSMITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ടൂൾസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിസൽ എന്ന് പറയുന്ന ടൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ചിസൽ, ചിസലിൻ്റെ ഉപയോഗം എന്താണ്, ചിസലിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണ്, ടൈപ്പ് ഓഫ് ചിസൽ ഏതൊക്കെയാണ്, ഇന്ന് ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചിസൽ എന്ന് നോക്കാം. Chisel is a hand cutting tool used by fitters for chipping and cutting of operations. ചിപ്പിങ്ങിനും കട്ട് ചെയ്യാനുമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ടൂളാണ് ഏതെന്ന് പറയുന്നത് ചിസൽ എന്ന് പറയുന്നത്. ചിസലെല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടൂളാണ് ചിസൽ എന്ന് പറയുന്നത്. ചിപ്പിംഗ് എന്താണെന്ന് നോക്കാൻ. ചിപ്പിംഗ് ഈസ് ആൻ ഓപ്പറേഷൻ ഓഫ് റിമൂവിങ് എക്സസ് മെറ്റൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചിസൽ ആൻഡ് ഹാമർ. ചിപ്പിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു റിമൂവിങ് പ്രോസസ്സാണ്. അതായത് എക്സസ് ആയിട്ടുള്ള മെറ്റലിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചിസൽ ആൻഡ് ഹാമർ. ഒരു ചിസലും ഒരു ഹാമറും ഉപയോഗിച്ച് അധികം വരുന്ന മെറ്റൽ പീസ് എന്ന് പറയാൻ പാടില്ല, മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ചിപ്പിംഗ് എന്ന് പറയുന്നത്. ചിപ്ഡ് സർഫസ് ബീയിങ് റഫ് ദേ ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ഫയലിംഗ്. എപ്പോഴും ചിപ്പ് ചെയ്ത സർഫസ് എപ്പോഴും പരുത്തതായിരിക്കും. അതിനെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഏത് പ്രോസസ്സ് വഴിയാണെന്ന് വെച്ചാൽ ഫയലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. ഇനി അടുത്ത നമുക്ക് പാർട്സ് ഓഫ് എ ചിസൽ, ഒരു ചിസലിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഫിഗറിനകത്തുനിന്ന് പാർട്സുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചിസൽ ഹാസ് ദ ഫോളോയിങ് പാർട്സ്: ഹെഡ്, ബോഡി, പോയിന്റ് ഓർ കട്ടിംഗ് എഡ്ജ്. ഒരു ഹെഡ് കാണിക്കുന്നുണ്ട്, ഒരു ബോഡി എന്ന് പറയുന്നൊരു പോർഷൻ കാണിക്കുന്നുണ്ട്, പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നൊരു പോയിന്റ് കൂടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾക്കറിയേണ്ടത് ചിസൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണെന്നാണ്. ചിസൽ ആർ മെയ്ഡ് ഫ്രം ഹൈ കാർബൺ സ്റ്റീൽ ഓർ ക്രോം വനേഡിയ സ്റ്റീൽ. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചിസൽ മെയ്ഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചിസൽസ് ആർ മെയ്ഡ് ഫ്രം ഹൈ കാർബൺ സ്റ്റീൽ ഓർ ക്രോം വനേഡിയ സ്റ്റീൽ. അപ്പോൾ ചിസൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ക്രോം വനേഡിയം സ്റ്റീലാണ്. ഇനി ദ ക്രോസ് സെക്ഷൻ ഓഫ് ചിസൽ ഈസ് യൂഷ്വലി ഹെക്സഗണൽ ഓർ ഒക്ടഗണൽ. ഈ ചിസലിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ഷേപ്പിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്? ഒന്നുകിൽ ഹെക്സഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒക്ടഗണൽ ആയിരിക്കും. ഹെക്സഗണൽ എന്ന് വെച്ചാൽ എത്ര ഷേപ്പ് ഉള്ളതാണ്? 6 ഷേപ്പ് അല്ലെങ്കിൽ 6 സൈഡുള്ള ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഹെക്സഗണൽ എന്ന് പറയുന്നത്. 8 സൈഡുള്ള ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ഒക്ടഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ, ചിസലിൻ്റെ ക്രോസ് സെക്ഷൻ എപ്പോഴും ഏത് ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഏത് രൂപമായിരിക്കും? ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടഗണൽ ആയിരിക്കും. ഇനി ദ കട്ടിംഗ് എഡ്ജ് ഈസ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. അപ്പോൾ നമ്മൾ കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നൊരു പാർട്ട് ഉണ്ടായിരുന്നു ചിസലിനകത്ത്. അത് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? ഹാർഡൻഡും ടെമ്പേർഡും ആയിരിക്കും. വളരെ കട്ടി കൂടിയതും ടെമ്പേർഡും ആയിരിക്കും ഏതെന്ന് പറയുന്നത് ഈ പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്ന പോർഷൻ ചിസലിനെ സംബന്ധിച്ച്. ഇനി നമുക്ക് അടുത്ത നോട്ട് ചെയ്യാനുള്ളത് കോമൺ ടൈപ്സ് ഓഫ് ചിസൽ. ചിസൽ ഏതൊക്കെ ടൈപ്പുകളിലാണ് കാണപ്പെടുന്നത്? ദെയർ ആർ 4 കോമൺ ടൈപ്സ് ഓഫ് ചിസൽ. ഒന്നാമത്തത് ഫ്ലാറ്റ് ചിസൽ, 2 ക്രോസ് കട്ട് ചിസൽ, 3 ഹാഫ് റൗണ്ട് നോസ് ചിസൽ, 4 ഡയമണ്ട് പോയിന്റ് ചിസൽ. ഈ 4 ടൈപ്പ് ചിസലാണ് നമ്മൾ കോമൺ ടൈപ്പായിട്ട് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്നും അതിൻ്റെ ഫിഗർ എന്താണെന്നും നോക്കാം. ആദ്യത്തേത് ഫ്ലാറ്റ് ചിസൽ. ഫിഗറിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും ഫ്ലാറ്റ് ചിസലിൻ്റെ രൂപം എങ്ങനെയാണെന്ന്. ഈ ഫ്ലാറ്റ് ചിസലിനകത്ത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് മെറ്റൽ ഫ്രം ലാർജ് ഫ്ലാറ്റ് സർഫസ് ആൻഡ് ചിപ്പ് എക്സസ് മെറ്റൽ ഓഫ് വെൽഡ് ജോയിൻറ്റ് ആൻഡ് കാസ്റ്റിംഗ്. അപ്പോൾ നമുക്കൊരു മെറ്റൽ പീസിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഒരു ലാർജ് എമൗണ്ട് നമുക്ക് ചിപ്പ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ചിസലായിരിക്കും. ആ ചിസലിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എക്സസ് ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ചിസലായിരിക്കും? ഫ്ലാറ്റ് ടൈപ്പ് ചിസലായിരിക്കും. അതുമാത്രവുമല്ല വെൽഡഡ് ജോയിൻറ്റ് കാസ്റ്റിംഗ് ഒക്കെ നടത്തിയ സ്ഥലങ്ങളിൽ ഈ അധികം വെൽഡ് ചെയ്തതിന് ശേഷം തള്ളി നിൽക്കുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കളയാനും അല്ലെങ്കിൽ ചിപ്പ് ചെയ്ത് കളയാനും നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഫ്ലാറ്റ് ചിസലാണ്. രണ്ടാമത്തത് ക്രോസ് കട്ട് ഓർ കേപ്പ് ചിസൽ. ക്രോസ് കട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേപ്പ്, CAPE, കേപ്പ് ചിസൽ എന്ന് പറയും. ദീസ് ആർ യൂസ്ഡ് ഫോർ കട്ടിങ് കീ വേസ്, ഗ്രൂസ് ആൻഡ് സ്ലോട്ട്. അപ്പോൾ ഈ ക്രോസ് കട്ട് ചിസൽ അതിൻ്റെ ഫിഗറിനകത്തുനിന്നും അതിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ പെട്ടെന്ന് മനസ്സിലാക്കും. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കട്ടിങ് കീ വേസ്, ഗ്രൂസ്, സ്ലോട്ട്. കീ വേസ് എന്ന് വെച്ചാൽ ചെറിയ ചാല് കണക്കുള്ള ചാല് പോലുള്ള പോർഷൻസ്
കീ വൈസ് എന്ന് പറഞ്ഞാൽ ഗ്രൂസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ പിസ്റ്റൻ്റെ ഗ്രൂസ് കണ്ടിട്ടില്ലേ, പിസ്റ്റൺ റിങ് കിടക്കുന്ന ഗ്രൂവുകൾ, അതുപോലുള്ള ഗ്രൂസുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്രോസ് കട്ട് ഓർ കേപ്പ് ചിസൽ എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ പോർഷനാണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറയുന്നത്. ഹാഫ് റൗണ്ട് നോസ് ചിസൽ ദേ ആർ യൂസ്ഡ് ഫോർ കട്ടിങ് കർവ്ഡ് ഗ്രൂസ്. കർവ്ഡ് ഗ്രൂസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിസലാണ് ഏതെന്ന് പറയുന്നത് ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറയുന്നത്. കർവ്ഡ് ഗ്രൂസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ക്രോസ് കട്ട് ചിസലിൻ്റെ കാര്യം പറഞ്ഞു, അതെന്ന് പറയുന്നത് ഗ്രൂസ് കട്ട് ചെയ്യാനായിരുന്നു, പക്ഷേ അത് സ്ട്രെയിറ്റ് ഗ്രൂസ് ആണ്. അതേ സമയത്ത് കർവ്ഡ് ആയിട്ടുള്ള ഗ്രൂസ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്, യൂസ് ചെയ്യുന്ന ചിസലാണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡയമണ്ട് പോയിന്റ് ചിസൽ. ദീസ് ആർ യൂസ്ഡ് ഫോർ സ്ക്വയറിംഗ് മെറ്റീരിയൽസ് അറ്റ് ദ കോർണേഴ്സ്. ഡയമണ്ട് പോയിന്റ് ചിസലിൻ്റെ ഫിഗറിനകത്ത് നിന്ന് തന്നെ അതിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജിൻ്റെ പോർഷൻ കണ്ടാൽ അറിയാം എന്തിനുപയോഗിക്കുന്നതാണെന്ന്. അതായത് സ്ക്വയർ മെറ്റീരിയൽസിൻ്റെയൊക്കെ കോർണേഴ്സ്, മൂലഭാഗങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിസൽ അല്ലെങ്കിൽ ചിപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡയമണ്ട് പോയിന്റ് ചിസൽ എന്ന് പറയുന്നത്. അതായത് സ്ക്വയർ ഷേപ്പിലുള്ളതിൻ്റെ കോർണർ പോർഷൻസ്, അവിടെയുള്ള എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിസലാണ് ഏതെന്ന് പറയുന്നത് ഡയമണ്ട് പോയിന്റ് ചിസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ടൈപ്പായിട്ടുള്ള ഏതെന്ന് പറയുന്നത് ചിസൽ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ പഠിക്കുന്ന ഒരു ചിസലാണ് വെബ് ചിസൽ ഓർ പഞ്ചിങ് ചിസൽ എന്ന് പറയും. വെബ് ചിസൽ അല്ലെങ്കിൽ പഞ്ചിങ് ചിസൽ. ദീസ് ചിസൽസ് ആർ യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് മെറ്റൽസ് ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിങ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ഫിഗറിനകത്ത് നിന്ന് അത് മനസ്സിലാകും. ചെയിൻ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻസ്, ഒരു മെറ്റൽ പീസിനകത്ത് ഈ ഫിഗറിനകത്ത് നിന്ന് കാണാൻ ധാരാളം ഹോൾസുകൾ നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഹോൾസുകളെ തമ്മിൽ കണക്ട് ചെയ്ത് അതിൻ്റെ മിഡിൽ പോർഷൻസിലെ എക്സസ് മെറ്റീരിയലിനെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിസലാണ് ഏതെന്ന് പറയുന്നത് വെബ് ചിസൽ അല്ലെങ്കിൽ പഞ്ചിങ് ചിസൽ എന്ന് പറയുന്നത്. ദീസ് ചിസൽസ് ആർ യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് മെറ്റൽ ആഫ്റ്റർ ചെയിൻ ഡ്രില്ലിങ്. ഓക്കെ, ഇനി അടുത്ത പോർഷൻ. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചിസലിനെ എന്തിൻ്റെ ബേസിലാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ചിസൽസ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ലെങ്ത്, വിഡ്ത്ത് ഓഫ് കട്ടിംഗ് എഡ്ജ്, ടൈപ്പ്, ക്രോസ് സെക്ഷൻ ഓഫ് ദ ബോഡി. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിക്കേണ്ടതാണ്. ചിസൽസ് ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ. എന്തിൻ്റെയൊക്കെ ബേസിലാണ് അതിനെ ചിസലിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ഒന്ന് ലെങ്ത്, രണ്ട് വിഡ്ത്ത് ഓഫ് കട്ടിംഗ് എഡ്ജ്, മൂന്നാമത്തത് ടൈപ്പ്, നാലാമത്തത് ക്രോസ് സെക്ഷൻ ഓഫ് ദ ബോഡി. ഓക്കെ ആണല്ലോ. ഇനി ഒരു ചിസലിൻ്റെ ലെങ്ത് ഏതൊക്കെ ലെങ്തിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ലെങ്ത് മുതൽ ഏതൊക്കെ ലെങ്ത് വരെ അവൈലബിൾ ആണ്. അപ്പം ദ ലെങ്ത് ഓഫ് ദ ചിസൽ റേഞ്ചസ് ഫ്രം 150 mm ടു 400 mm. 180 mm മുതൽ 450 mm വരെയുള്ള റേഞ്ചുകളിൽ നമുക്ക് എന്ത് ലഭ്യമാണ്? ചിസൽ ലഭ്യമാണ്. അതായത് അതിൻ്റെ ലെങ്തിൽ നമുക്ക് ചിസൽ ലഭ്യമാണ്. ദ വിഡ്ത്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് വേരീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ദ ചിസൽ. ഇനി കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്ന പോർഷൻ കട്ട് ചെയ്യാൻ എടുക്കുന്ന ചിസലിനനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മൾ 2-3 ടൈപ്പ് പറഞ്ഞു, അതിനനുസരിച്ച് അതിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? വേരി ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്യുന്ന പോർഷൻ്റെ വിഡ്ത്ത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ചിസലിനും ഒരേ കട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ആയിരിക്കത്തില്ല. ഓരോ ഓപ്പറേഷനും അനുസരിച്ച് അതിൻ്റെ വേരിയേഷനും വ്യത്യാസവും അനുസരിച്ച് അതിൻ്റെ വിഡ്ത്തിലും കാര്യമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചിസലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ചിസൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പാർട്സ് ഓഫ് ചിസൽ പറഞ്ഞു, ഹെഡ്, ബോഡി, പോയിന്റ്. പിന്നീട് ചിസൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, ഈ പോർഷനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ക്രോം വനേഡിയ സ്റ്റീൽ എന്ന് പറയുന്നു. പിന്നെ എപ്പോഴും ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏത് ഷേപ്പിലായിരിക്കും? ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടഗണൽ ഷേപ്പിലായിരിക്കും. ടൈപ്പ് ഓഫ് ചിസൽ പറഞ്ഞു, ഫ്ലാറ്റ് ചിസൽ, ക്രോസ് കട്ട് ചിസൽ, ഹാഫ് റൗണ്ട് നോസ് ചിസൽ, ഡയമണ്ട് പോയിന്റ് ചിസൽ. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞൊരു ടൈപ്പാണ് ഏതെന്ന് പറയുന്നത് വെബ് ചിസൽ എന്ന് പറയുന്നത്. പിന്നെ ചിസലിനെ ക്ലാസിഫൈ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ലെങ്ത്, വിഡ്ത്ത് ഓഫ് കട്ടിംഗ് എഡ്ജ്, ടൈപ്പ്, ക്രോസ് സെക്ഷൻ ഓഫ് ദ ബോഡി. ഇനി ചിസലിൻ്റെ ലെങ്തിനനുസരിച്ച് എവിടെ മുതൽ എവിടം വരെയാണ് അതിൻ്റെ റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്? 150 mm ടു 400 mm. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചിസലിനെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടൂളുമായിട്ട് കാണാം. ശരിയാണ്. താങ്ക് യു.